ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഡയറക്ടർ അതർ ദാൻ എ മാനേജിങ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ നോമിനി അല്ലേ, ഡയറക്ടർ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളതിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എങ്ങനെയായിരിക്കണം, അപ്പോൾ ആ കമ്പനിയിലോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയിലോ സബ്സിഡിയറി കമ്പനിയിലോ അസോസിയേറ്റ് കമ്പനിയിലോ നമ്മുടെ നിലവിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിനെ തൊട്ട് മുൻപുള്ള 3 സാമ്പത്തിക വർഷങ്ങളിൽ കീ മാനേജീരിയൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ കമ്പനിയിലെ എംപ്ലോയീസ് ആയിട്ടോ ഒന്നും ഇരിക്കാൻ പാടില്ല. അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാനായിട്ട് പാടില്ല. അവർ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിനെ തൊട്ട് മുൻപുള്ള 3 സാമ്പത്തിക വർഷങ്ങളിലെ അവരുടെ എന്താ പറയുക, അപ്പോൾ ആ ഫേമിൻ്റെ ഓഡിറ്റേഴ്സായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ ആയിട്ടോ അതുപോലെ തന്നെ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയിലോ സബ്സിഡിയറി കമ്പനിയിലോ അസോസിയേറ്റ് കമ്പനിയിലോ ഓഡിറ്ററായിട്ടോ കമ്പനി സെക്രട്ടറീസ് ആയിട്ടോ കോസ്റ്റ് ഓഡിറ്ററൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളും ആരാവാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവാനായിട്ട് പാടില്ല. പിന്നെ കമ്പനിയുടെ ഗ്രോസ് ടേൺ ഓവർ ഉണ്ടല്ലോ, അതിൻ്റെ 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ എമൗണ്ട്, അപ്പോൾ അത്രയും ഒരു എമൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസിൽ ഏർപ്പെട്ടിട്ടുള്ള, അത് കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനിയുമായിട്ടോ അവരുടെ ഹോൾഡിംഗ് കമ്പനിയുമായിട്ടോ അങ്ങനെയുള്ള ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ലീഗൽ ഓർ കൺസൾട്ടിങ് ഫേമുകൾ അവിടുത്തെ പ്രൊപ്രൈറ്ററോ അല്ലെങ്കിൽ പാർട്ട്ണറോ എംപ്ലോയീസോ എന്താവാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനായിട്ട് പാടില്ല. പിന്നെ കമ്പനിയുടെ ടോട്ടൽ വോട്ടിംഗ് പവറിൻ്റെ 2% കൈവശമുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ റിലേറ്റീവ്സ് ആരാവാൻ പാടില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ ഒരു ബന്ധു, ഒരു റിലേറ്റീവ്, അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ ടോട്ടൽ വോട്ടിംഗ് പവറിൻ്റെ 2% ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എന്താ പറയില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സാധാരണ കമ്പനികളൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളുണ്ട്. ഈ ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ നോൺ പ്രോഫിറ്റ്, അവർ ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾക്ക്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾക്ക് കമ്പനികൾ സാധാരണ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പനിയിൽ നിന്ന് 25% ഓർ മോർ റെസിപ്റ്റ്സ് അത് റിസീവ് ചെയ്തിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ്സ് ഓർ ഡയറക്ടേഴ്സ് അവർക്ക് എന്താവാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അവരെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ടോട്ടൽ വോട്ടിംഗ് പവറിൻ്റെ 2%ഓ അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഏതെങ്കിലും ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനീസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കും എന്താവാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് വേണ്ട അതർ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് സിറ്റിംഗ് ഫീസാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിന് സിറ്റിംഗ് ഫീസ്, അപ്പോൾ he shall not be entitled to any remuneration other than sitting fee, reimbursement of expenses for participation in the board, other meeting and profit related commission as may be approved by the members. അപ്പോൾ മെമ്പേഴ്സ്
പറയും അവരുടെ സിറ്റിംഗ് ഫീസ്, അതുപോലെ തന്നെ ബോർഡ് മീറ്റിങ്ങിലും മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് റീഇംബേഴ്സ്മെൻറ്റ് എക്സ്പെൻസസ് എത്രയാണെന്നുള്ളത് ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് പ്രോഫിറ്റ് റിലേറ്റഡ് കമ്മീഷനൊക്കെ മെമ്പേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, അവർ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു റെമ്യൂണറേഷനും ആർക്ക് ലഭിക്കുന്നതല്ല, ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് ഓപ്ഷൻസും അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സായിട്ട് അത് അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലി ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ടു ദ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കമ്പനിയുമായിട്ടോ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുമായിട്ടോ അസോസിയേറ്റ് കമ്പനിയുമായിട്ടോ കമ്പനിയുടെ അവരുമായിട്ടൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ലാത്ത ആളായിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് അപ്രോപ്രിയേറ്റ് സ്കിൽ, എക്സ്പീരിയൻസ്, നോളജ് അതൊക്കെ ഉണ്ടായിരിക്കണം. ഫിനാൻസ്, മാനേജ്മെൻറ്റ്, സെയിൽസ്, മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, കോർപ്പറേറ്റ് ഗവേണൻസ്, ടെക്നിക്കൽ ഓപ്പറേഷൻസ്, ദെൻ അതർ ഡിസിപ്ലിൻസ് റിലേറ്റഡ് ടു ബിസിനസ് അല്ലേ, കമ്പനീസ് ബിസിനസ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തുണ്ടായിരിക്കണം, ആവശ്യത്തിന് സ്കില്ലൊക്കെ ഉള്ള ആളായിരിക്കണം, എക്സ്പേർട്ടൈസൊക്കെ ഉള്ള ആളായിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് കോഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം. കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 4 പറയുന്നുണ്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കോഡ് എന്തൊക്കെയാണെന്നുള്ളത്. അവരുടെ കീ ഫീച്ചേഴ്സ് ഓഫ് ദ കോഡ് വരുന്നത് അവരുടെ പ്രൊഫഷണൽ കണ്ടക്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ റോൾസ് ആൻഡ് ഫങ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അവരുടെ ഡ്യൂട്ടീസ്, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ മാനർ ഓഫ് അപ്പോയിൻമെൻറ്റ്, പിന്നെ അവരുടെ റീ അപ്പോയിൻമെൻറ്റ്, റിസിഗ്നേഷൻ ആൻഡ് റിമൂവൽ, ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സെപ്പറേറ്റ് മീറ്റിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവാലുവേഷൻ മെക്കാനിസം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കോഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ പ്രൊഫഷണൽ കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് അത് ഒബേ ചെയ്തുകൊണ്ട് വേണം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റേ നമുക്ക് ഗൈഡ് ലൈൻസ് ഓഫ് പ്രൊഫഷണൽ കോണ്ടാക്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം. അപ്പോൾ അതിലെ പറയുന്നത് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ എങ്ങനെ ആയിരിക്കണം അദ്ദേഹം, അപ്ഹോൾഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രോബിറ്റി അല്ലേ. അയാൾ എങ്ങനെയായിരിക്കണം, ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രോബിറ്റി മീൻസ് നമ്മൾ പറയില്ലേ സത്യസന്ധതയാണ്, ട്രൂത്ത്ഫുള്ളി, അതിനെയാണ് നമ്മൾ പ്രോബിറ്റി എന്ന് പറയുക. അപ്പോൾ ആ ഒരു അതിലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഉയർത്തുന്ന രീതിയിലായിരിക്കണം, അതായത് സത്യസന്ധനായിരിക്കണം, വിശ്വാസ്യത ആ ഒരു ധാർമ്മിക നിലവാരം ഉയർത്തിയിട്ടുള്ള ഒരാളായിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അയാളുടെ പ്രൊഫഷണൽ ഫുൾഫിൽമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം തന്നെ ഒബ്ജക്റ്റീവ്ലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി അദ്ദേഹം അത് ചെയ്തിരിക്കണം അല്ലേ. വസ്തുനിഷ്ഠമായിട്ടും പ്രായോഗികമായിട്ടും അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നടപ്പിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ നിർവഹിക്കേണ്ടതാണ്. ദെൻ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ബോണഫൈഡ് മാനറിൽ വേണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനായിട്ട്. അപ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള ഇതുമില്ലാണ്ട് ജെന്യുവനായിട്ട് അയാൾ ട്രൂത്ത്ഫുള്ളി ആയിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ് ഒക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി സഫിഷ്യൻ്റ് ടൈം ആൻഡ് അറ്റൻഷൻ അദ്ദേഹം നൽകിയിരിക്കണം. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം അദ്ദേഹം ചെയ്യേണ്ടത്. പിന്നെ ഒരു എക്സ്ട്രാനിയസ് കൺസിഡറേഷൻസ് ഒന്നും കൊടുക്കാനായിട്ട്
പാടില്ല അദ്ദേഹം. extraneous not allow any extraneous consideration that will vitiate his exercise of objective independent judgment in the paramount interest of the company as a whole, while concurring in or dissenting from the collective judgment of the board in its decision making. ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ അയാളുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അയാൾ സ്വതന്ത്ര ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്? വസ്തുനിഷ്ഠമായിട്ട്. ദെൻ അദ്ദേഹം കമ്പനിയുടെ പരമപ്രധാനമായിട്ടും പാരമൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് കമ്പനീസ് ആസ് എ ഹോൾ എന്നാണ്. അപ്പോൾ കമ്പനിയുടെ താല്പര്യങ്ങൾ പരമപ്രധാനമായിട്ടും അതിന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. വസ്തുനിഷ്ഠമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ പുറത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ജഡ്ജ്മെൻറ്റിനെ ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ദുഷിപ്പിക്കുന്ന രീതിയിൽ പുറത്തു നിന്നിട്ടുള്ള യാതൊരു കൺസിഡറേഷൻസും അദ്ദേഹം അനുവദിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോണഫൈഡ് മാനറിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം നിർവഹിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആസ് ആൻ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ അയാളുടെ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ബോർഡിൻ്റെ ഒരു കളക്റ്റീവ് ജഡ്ജ്മെൻറ്റ് അതിനകത്ത് വരാനായിട്ട് പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസിയെ, അദ്ദേഹത്തെ വിഷ്യേറ്റീസ് എക്സസൈസ് അതിനെ ദുഷിപ്പിക്കുന്ന രീതിയിൽ, അതിനെ മോശമാക്കുന്ന രീതിയിൽ പുറത്തു നിന്നുള്ള കൺസിഡറേഷൻസ് ഒന്നും തന്നെ അദ്ദേഹം അനുവദിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേരിട്ടിട്ടോ അല്ലാതെയോ ഉള്ള പേഴ്സണൽ അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അബ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പേഴ്സണൽ അഡ്വാൻറ്റേജസ് ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഒരിക്കലും അദ്ദേഹം ഉപയോഗിക്കാനായിട്ട് ദുർവിനിയോഗം ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻസ്, ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, അത് നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കണം ആണ് പറയുന്നത്. റിഫ്രൈൻ ഫ്രം എനി ആക്ഷൻ ദാറ്റ് വുഡ് ലീഡ് ടു ലോസ് ഓഫ് ഹിസ് ഇൻഡിപെൻഡൻസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ അത് നഷ്ടമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് അദ്ദേഹത്തിനെ നഷ്ടപ്പെടുകയാണെങ്കിൽ he must immediately inform the board accordingly. അപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബോർഡിനെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്ന എല്ലാതിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കണം, അതൊക്കെ ഒഴിവാക്കണം, വിട്ടു നിൽക്കണം. സപ്പോസ് ഇനിയിപ്പോൾ ഏതെങ്കിലും സാഹചര്യവശാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ബോർഡിലെ തന്നെ ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് നിർബന്ധിതരാകേണ്ടി വരും അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ നിന്നൊക്കെ വരും. എന്ന പോലെ തന്നെ ബോർഡിലുള്ള ഏതെങ്കിലും ആളുകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസിൻ്റെയൊക്കെ ഫലമായിട്ട് അവർക്ക് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിൽ ആരെ അറിയിച്ചിരിക്കണം, അത് ബോർഡിനെ ഇൻഫോം ചെയ്തിരിക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് അത് ബെസ്റ്റ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ അസിസ്റ്റ് ചെയ്യണം. അപ്പോൾ കോർപ്പറേറ്റ് ഭരണം അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കമ്പനീനെ അസിസ്റ്റ് ചെയ്യണം. അപ്പം ഇത്രയൊക്കെയാണ് അവരുടെ പ്രൊഫഷണൽ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാർഗനിർരേഖകൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം.
ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ റോൾ എന്തൊക്കെയാണ്, ദെൻ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത്, ഒന്ന് അവരെ ഇൻഡിപെൻഡൻ്റ് ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബോർഡിൻ്റെ ഡെലിബ്രേഷൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അവരുടെ സ്ട്രാറ്റജി, ദെൻ അത് ഇഷ്യൂ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അതുപോലെ തന്നെ പെർഫോമൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, റിസോഴ്സസ്, ദെൻ കീ അപ്പോയിൻമെൻറ്റ്, ദെൻ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്റ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നതിനെ സഹായിക്കുക ബോർഡിനെ. പിന്നെ ബോർഡിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ പെർഫോമൻസ് ഒബ്ജക്റ്റീവ് വ്യൂവിൽ, വസ്തുനിഷ്ഠമായ രീതിയിൽ അത് ഇവാലുവേഷൻ നടത്തുക. അത് ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. കാരണം ബോർഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരു ഒബ്ജക്റ്റീവ് വ്യൂവിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്കാണ്. കാരണം അവരാണ് ഇതിനെ പുറത്ത് നിൽക്കുന്ന അല്ലേ, ഈ ഒരു കമ്പനിയുമായി യാതൊരു റിലേഷൻഷിപ്പും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർ വേണം അത് ഒബ്ജക്റ്റീവ് വ്യൂവിൽ അത് ചെയ്യാനായിട്ട്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് സ്ക്രൂട്ടിനൈസ് ചെയ്യുക, അത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. അതായത് അവരുടെ അഗ്രീഡ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് വിശകലനം ചെയ്യുക, കീറി മുറിച്ച് പരിശോധിക്കുക. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസിൻ്റെ സംബന്ധിക്കുന്ന അതൊക്കെ മോണിറ്റർ ചെയ്യുക. അതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അതുപോലെ തന്നെ സാറ്റിസ്ഫൈ ദംസെൽസ് ഓൺ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് സിസ്റ്റം ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ആർ റോബസ്റ്റ് ആൻഡ് ഡിഫൻസിബിൾ. അവരുടെ ഫിനാൻഷ്യൽ കൺട്രോളും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ അത് റോബസ്റ്റ് ആൻഡ് ഡിഫൻസിബിൾ അല്ലേ എന്നുള്ളത് അത് ഉറപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ഇൻറ്റഗ്രിറ്റി അത് മോണിറ്റർ ചെയ്യേണ്ടത് അതൊക്കെ ആരാ ചെയ്യുക? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും, പ്രത്യേകിച്ച് മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ കീ മാനേജീരിയൽ പേഴ്സണൽസ്, പിന്നെ സീനിയർ മാനേജ്മെൻറ്റ്. അപ്പോൾ അവരുടെയൊക്കെ റെമ്യൂണറേഷൻ അതിൻ്റെ ആ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് have a prime role in appointing and where necessary recommend removal of executive directors, key managerial personnel, senior management. ഇപ്പോൾ ഇവരുടെ അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും അവരെ ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അത് ആ റിമൂവൽ അത് ആവശ്യമാണെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കീ മാനേജീരിയൽ പേഴ്സണൽസിനെയും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെയും സീനിയർ മാനേജ്മെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് റിമൂവൽ അത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ കമ്പനിയുടെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും അത് മോഡറേറ്റ് ചെയ്യുക, ആർബിട്രേറ്റ് ചെയ്യുക, അതൊക്കെ ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ കമ്പനിയുടെ താല്പര്യങ്ങൾ അല്ലേ, അപ്പോൾ എപ്പോഴും കമ്പനിയുടെ താല്പര്യത്തിനായിരിക്കണം നമ്മൾ മുൻകൂട്ടം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോവുക, അതൊക്കെ ആരാണ്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ധർമ്മമാണ്, അവരുടെ ചുമതലകളാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡ്യൂട്ടീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ ഡ്യൂട്ടികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അവരുടെ സ്കില്ല്, നോളജ്, കമ്പനിയുടെ ഫെമിലിയാരിറ്റി അതൊക്കെ റിഫ്രഷ് ചെയ്യണം, റെഗുലറി അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ഇൻഡക്ഷനൊക്കെ അവരെ എടുക്കേണ്ടതാണ്. അവരെപ്പോഴും വെൽ എക്യുപ്ഡ് ആയിരിക്കണം, കമ്പനിയെക്കുറിച്ചൊക്കെ അവർക്ക് ഫെമിലിയർ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ട അനുയോജ്യമായിട്ടുള്ള ഇൻഡക്ഷൻ, റെഗുലർലി അപ്ഡേറ്റ് ആൻഡ് റിഫ്രഷ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടതാണ്.
പിന്നെ വരുന്നത് ഉചിതമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസും ആംപ്ലിഫിക്കേഷൻസും ഒക്കെ അവർ നേടണം. അതായത് ഉചിതമായിട്ടുള്ള വിശദീകരണമോ വിപുലീകരണമോ ഒക്കെ അവരെ തേടേണ്ടതാണ്, വിവരങ്ങളൊക്കെ തേടേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽ അഡ്വൈസസും ഒപ്പീനിയൻസും ഒക്കെ കമ്പനിയുടെ ചെലവിൽ കമ്പനിക്ക് പുറത്തു നിന്നുള്ള എക്സ്പേർട്ടിൽ നിന്ന് അവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. അപ്പോൾ അതവർക്ക് ചെയ്യാം. പിന്നെ കമ്പനി ഡയറക്ടർ ബോർഡിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ബോർഡ് കമ്മിറ്റി മീറ്റിങ്ങുകളിലും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അവരെ പങ്കെടുത്തിരിക്കണം. പിന്നെ വരുന്നത് ഇപ്പോൾ കമ്മിറ്റിയുടെ പാർട്ടിസിപ്പേറ്റ് കൺസ്ട്രക്റ്റീവ്ലി ആൻഡ് ആക്റ്റീവ്ലി ഇൻ ദ കമ്മിറ്റീസ് ഓഫ് ദ ബോർഡ് ഇൻ വിച്ച് ദേ ആർ ചെയർപേഴ്സൺ ഓർ മെമ്പർ. ഇപ്പോൾ ഒരു ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മെമ്പർ എന്നുള്ള രീതിയിൽ ബോർഡിൻ്റെ എല്ലാ കമ്മിറ്റികളിലും ക്രിയാത്മകമായിട്ടും ആക്റ്റീവായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. പൊതുയോഗങ്ങളൊക്കെ കമ്പനി വയ്ക്കുമ്പോൾ അതിൽ പങ്കാളികളാകണം. പിന്നെ they have concerns about the running of the company, proposed action, then ensure these are addressed by the board, and to extent they are not resolved, insist that their concern are recorded in the minutes of board meeting. അതുപോലെ തന്നെ കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രപ്പോസ്ഡ് ആക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ബോർഡിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് ചെയ്യാന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ കമ്പനിയുടെ ആ കൺസേൺസ് അതൊക്കെ റെക്കോർഡ് ചെയ്യുക, അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കീപ് ദംസെൽസ് വെൽ ഇൻഫോംഡ് അബൌട്ട് ദ കമ്പനി ആൻഡ് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിട്ടും അതുപോലെ എക്സ്റ്റേണൽ കമ്പനി എൻവയോൺമെൻറ്റ്സിനെയും വെൽ ഇൻഫോംഡ് ആയിരിക്കണം. നോട്ട് ടു അൺഫെയർലി ഒബ്സ്ട്രക്ട് ദ ഫങ്ഷനിങ് ഓഫ് an otherwise proper board or committee of the board. അപ്പോൾ അങ്ങനെ അവർ അൺഫെയർലി അത് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ വരുന്നത് നമ്മളിപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസൊക്കെ അപ്രൂവ് ചെയ്യുന്നതിന് മുൻപ് മതിയായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് അറ്റൻഷൻസൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ താല്പര്യങ്ങളും അത് സെയിം ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് അതിന് വേണ്ട ശ്രദ്ധയും അത് കൊടുക്കുക. ആഡിക്വേറ്റ് ഡെലിബ്രേഷൻസ് മതിയായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി അത് കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് എതിരല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ കമ്പനിക്കകത്ത് ആഡിക്വേറ്റ് ആൻഡ് ഫങ്ഷണൽ വിജിൽ മെക്കാനിസം അല്ലേ, ജാഗ്രതയാണ് വിജിൽ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് ആഡിക്വേറ്റ് ഫങ്ഷണൽ ആ ഒരു വിജിൽ മെക്കാനിസം ഉണ്ട് എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ടത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ സ്ഥാപനത്തിനകത്ത് ഇപ്പോൾ കമ്പനിയുടെ കോഡ് ഓഫ് കണ്ടക്ട് ഓർ എത്തിക്കൽ പോളിസീസ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ആക്ച്വൽ ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ് അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് എംപ്ലോയീസിൻ്റെയൊക്കെ ന്യായമായിട്ടുള്ള താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ കൊടുക്കേണ്ടത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഒരിക്കലും കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ്, അതായത് അവരുടെ കൊമേഴ്സ്യൽ സീക്രട്സ്, ടെക്നോളജീസ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്ലാനിങ്, പിന്നെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വരുന്നത്. മാനർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം. എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പനി മാനേജ്മെൻറ്റിൻ്റെ സ്വതന്ത്രമായിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്.
ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കമ്പനി അവർക്കതിനുള്ള സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആണ്. അപ്പോൾ ബോർഡിൻ്റെ അവരുടെ ഫങ്ഷൻസും ഡ്യൂട്ടീസും ഫലപ്രദമായ രീതിയിൽ അത് ഡിസ്ചാർജ് ചെയ്യുന്നതിന്, നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കിൽ, എക്സ്പീരിയൻസ്, നോളജ് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം ബോർഡ്. എന്നിട്ട് വേണം അവരെ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അത് കമ്പനി മാനേജ്മെൻറ്റിനെ സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ അപ്പോയിൻമെൻറ്റ് അവരെന്ത് ചെയ്തിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അതിൽ അപ്രൂവൽ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അവരുടെ അപ്രൂവലോടുകൂടെ വേണം അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മീറ്റിംഗ് വിളിച്ച് ചേർക്കണം എന്ന് പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിൻ്റെ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്ന സമയത്ത് അവർക്ക് നോട്ടീസ് നൽകണം. അത് നിയമമാണ്, അത് റൂളാണ് കമ്പനി ലോയിലെ. അപ്പോൾ അതൊരു ഇത്ര ദിവസത്തിന് മുൻപ് അവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ടാണ് മീറ്റിംഗ് വിളിച്ച് ചേർക്കുക. അപ്പോൾ ആ നോട്ടീസിനോടൊപ്പം ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നൽകാനായിട്ട്. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് ബോർഡിൻ്റെ ഒപ്പീനിയനാണ്. അതായത് ഈ ഒരു അവർ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം കമ്പനീസ് ആക്റ്റിലെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും, എല്ലാ വ്യവസ്ഥകളും അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു ഡയറക്ടർ ബോർഡിൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് ഡയറക്ടർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആരായിരിക്കണം, നമ്മൾ അദ്ദേഹത്തിന് കുറേ ക്വാളിഫിക്കേഷൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ള ആളാണ് എന്നുള്ള ഡയറക്ടർ ബോർഡിൻ്റെ ഒരു ഒപ്പീനിയൻ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? മീറ്റിങ്ങിനുള്ള നോട്ടീസ് നൽകാനായിട്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൊടുത്തത് ഫോർമലൈസ് ചെയ്തിട്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ആളെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഫോർമലൈസ് ചെയ്തിട്ട് ഔപചാരികമായിട്ട് വേണം അയാളെ ചെയ്യാനായിട്ട്. അപ്പം അത് ഫോർമലൈസ് ചെയ്യണം. അപ്പോൾ അതായത് മീൻസ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് അദ്ദേഹത്തിന് നൽകിയിരിക്കണം. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. ഒന്ന് ടേം ഓഫ് അപ്പോയിൻമെൻറ്റ് അതിൽ പറഞ്ഞിരിക്കണം. പിന്നെ അപ്പോയിൻറ്റഡ് ഡയറക്ടേഴ്സിൽ നിന്ന് ബോർഡ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് അതിൽ ഉണ്ടായിരിക്കണം. അതായത് ബോർഡ് ലെവൽ കമ്മിറ്റീസിലെ ഡയറക്ടേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന അവർ എന്തൊക്കെ ടാസ്കുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ബോർഡിൻ്റെ എക്സ്പെക്റ്റേഷൻ അതുണ്ടായിരിക്കണം. പിന്നെ അയാളുടെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ അയാളുടെ ലയബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് ഉണ്ടായിരിക്കണം. പിന്നെ ഡയറക്ടേഴ്സിൻ്റെയും മറ്റേ ഓഫീസേഴ്സിൻ്റെയും ഇൻഷുറൻസ്, അങ്ങനെയുള്ള പ്രൊവിഷൻ ഫോർ ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഇൻഷുറൻസ് അതുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ കോഡ് ഓഫ് ബിസിനസ് എത്തിക്സ്, അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ നിന്നും അതുപോലെ തന്നെ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ആ ഒരു കോഡ് ഓഫ് ബിസിനസ് എത്തിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടായിരിക്കണം. പിന്നെ ലിസ്റ്റ് ഓഫ് ആക്ഷൻ ദാറ്റ് എ ഡയറക്ടർ ഷുഡ് നോട്ട് ഡു വൈൽ ഫങ്ഷനിങ് എ സച്ച് ഇൻ ദ കമ്പനി. ഇപ്പോൾ കമ്പനിയിലെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഓഫ് ആക്ഷൻസ്
ചിലപ്പോൾ ഈ ഒരു കമ്പനിയിലെ ഡയറക്ടറായിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ, മെൻറ്ററിങ് പീരിയോഡിക് ഫീസ്, പിന്നെ അവരുടെ റീഇംബേഴ്സ്മെൻറ്റ് എക്സ്പെൻസസ്, ഇപ്പോൾ ബോർഡ് മീറ്റിങ്ങുകളിലും മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ റീഇംബേഴ്സ്മെൻറ്റ് എക്സ്പെൻസസ്, പിന്നെ പ്രോഫിറ്റ് റിലേറ്റഡ് കമ്മീഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഏതിലെ ഉണ്ടായിരിക്കണം? അപ്പോയിൻമെൻറ്റ് ലെറ്ററിലെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് ആണ്. അത് എല്ലാ ആളുകൾക്കും ഓപ്പൺ ആയിരിക്കണം ആ സംഭവം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് കമ്പനിയുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നോർമൽ ബിസിനസ് അവേഴ്സിൽ കമ്പനിയുടെ ഏതൊരു മെമ്പർക്ക് വേണമെങ്കിലും നമുക്ക് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇറ്റ് ഷാൽ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ at the registered office of the company by any members during normal business hours. അതേപോലെ തന്നെ it shall also be posted on the company's website. രജിസ്റ്റേർഡ് ഓഫീസിലെ മാത്രമല്ല കമ്പനിയുടെ വെബ്സൈറ്റിലും പോസ്റ്റ് ചെയ്തിരിക്കണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വെച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ റെസിഗ്നേഷൻ ഓർ റിമൂവൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി ഇൻ ദ സെയിം മാനർ ആസ് ഈസ് പ്രൊവൈഡ് ഇൻ സെക്ഷൻ 168 ആൻഡ് 169 ഓഫ് ദ ആക്ട്. ഇപ്പോൾ കമ്പനീസ് ആക്ടിലെ 168 ആൻഡ് 69 ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സെയിം മാനറിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അവർക്ക് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവരുടെ റെസിഗ്നേഷനോ നടത്താവുന്നതാണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കമ്പനി റിമൂവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പുതിയ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ 180 ദിവസത്തിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നാണോ അവർ റെസിഗ്നേഷൻ നൽകിയത് അല്ലെങ്കിൽ എന്നാണോ അവരെ റിമൂവ് ചെയ്തത് ആ ഡേറ്റ് മുതൽ 180 ദിവസത്തിനുള്ളിൽ ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് company fulfill the requirements of independent directors in its board even without filling the vacancy created by such recognition or removal. The requirement of replacement by a new independent director shall not apply. ഇനിയിപ്പോൾ ബോർഡ് തന്നെ അവരെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ റിക്വയർമെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അവരുടെ ആ ഒരു റെസിഗ്നേഷൻ ഓർ റിമൂവൽ നടന്നിട്ട് ആ വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫുൾഫിൽ ചെയ്യാതെ തന്നെ വരികയാണെങ്കിൽ ദ റിക്വയർമെൻറ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ബൈ എ ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ നോട്ട് അപ്ലൈ. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെയാണ് അവരുടെ വരുന്നത്, റെസിഗ്നേഷൻ ഓർ റിമൂവൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെപ്പറേറ്റ് മീറ്റിംഗ് ആണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വർഷത്തിൽ ഒരു മീറ്റിംഗെങ്കിലും അവർ ചെയ്തിരിക്കണം. അതിലെ നോൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും മാനേജ്മെൻറ്റ് മെമ്പേഴ്സും ഒന്നും ഇല്ലാതെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മാത്രമായിട്ട് വർഷത്തിൽ ഒരു മീറ്റിംഗെങ്കിലും, ചുരുങ്ങിയത് ഒരു മീറ്റിംഗെങ്കിലും അവരെ ചെയ്യണം.
അപ്പോൾ അങ്ങനെ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് എല്ലാ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സും ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. ദെൻ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള സെപ്പറേറ്റ് മീറ്റിംഗ് നടത്തുന്നതിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിൻ്റെയും മൊത്തത്തിൽ ബോർഡിൻ്റെയും പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ ചെയർപേഴ്സൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ വ്യൂസൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതൊക്കെ റിവ്യൂ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ കമ്പനിയുടെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ടൈം ലൈൻ ഓഫ് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ കമ്പനി മാനേജ്മെൻറ്റും ബോർഡും ഒക്കെയുള്ള അവരുടെ ആ ഒരു ടൈം ഫ്ലോ, അവരുടെ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ്റെ ആ ഒരു ടൈമിങ്, ദെൻ അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി അതൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബോർഡും അവരുടെ മാനേജ്മെൻറ്റും ഒക്കെ അവരുടെ ഡ്യൂട്ടീസ് ന്യായമായ രീതിയിലും ഫലപ്രദമായ രീതിയിലൊക്കെ അത് പെർഫോം ചെയ്യുന്നതിന് ശരിയായ രീതിയിൽ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ്റെ ടൈമിംഗ്, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അസസ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെ സെപ്പറേറ്റ് മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നത്. അപ്പോൾ ആ സെപ്പറേറ്റ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് എല്ലാ മെമ്പേഴ്സും എന്തിൽ വന്നിരിക്കണം, ഇതിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗെങ്കിലും അവരെ കണ്ടക്ട് ചെയ്യുകയും വേണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവാലുവേഷൻ മെക്കാനിസമാണ്. ഇവാലുവേഷൻ മെക്കാനിസത്തിൽ പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത് എൻറ്റയർ ഡയറക്ടർ ബോർഡും ചേർന്നിട്ടാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഏത് ഡയറക്ടറേനെയാണോ, ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറുടെ പെർഫോമൻസ് ആണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ഡയറക്ടറെ എക്സ്ക്ലൂഡ് ചെയ്ത് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഡയറക്ടേഴ്സും ചേർന്നിട്ടാണ്, ബാക്കി എൻറ്റയർ ബോർഡും ചേർന്നിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ പെർഫോമൻസ് ഇവാലുവേഷൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ടേം ഓഫ് അപ്പോയിൻമെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ അത് എക്സ്റ്റെൻഡ് ചെയ്യണോ എന്നുള്ളത് ഡയറക്ടർ ബോർഡിനെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, കോഡ് ഓഫ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അവരുടെ കോഡ് ഫോർ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 4 നമ്മൾ കോഡ് ഓഫ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് നമ്മൾ കണ്ടത്. അതിലെ ഗൈഡ് ലൈൻ ഫോർ പ്രൊഫഷണൽ കണ്ടക്റ്റ്, പിന്നെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ്, റോള്, ദെൻ മാനർ ഓഫ് അപ്പോയിൻമെൻറ്റ്, റീ അപ്പോയിൻമെൻറ്റ്, റെസിഗ്നേഷൻ, സെപ്പറേറ്റ് മീറ്റിംഗ്, ഇവാലുവേഷൻ മെക്കാനിസം ഓഫ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനി നമുക്കതിൽ നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് ഡിക്ലറേഷനാണ്. അതായത് സെക്ഷൻ 149(7) പറയുന്നുണ്ട്, എവരി ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ്, എല്ലാ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സും അവരുടെ ബോർഡിൻ്റെ, ഇപ്പോൾ അവരൊരു ഡയറക്ടർ എന്ന നിലയിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോർഡിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ, ഇപ്പോൾ അവരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവരെ പങ്കാളികളാകുന്ന അല്ലെങ്കിൽ പങ്കാളിയാകുന്ന ബോർഡിൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, ദെൻ അതിനുശേഷം എല്ലാ ഫിനാൻഷ്യൽ ഇയറുകളിലും ബോർഡിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസിനെ ബാധിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഫസ്റ്റ് മീറ്റിങ്ങിൽ
ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഒരു ഡിക്ലറേഷൻ നൽകേണ്ടതാണ്. എന്താണ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്? ഹി മീറ്റ് ദ ക്രൈറ്റീരിയ ഓഫ് ഇൻഡിപെൻഡൻസ് ആസ് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 6. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 സബ്സെക്ഷൻ 6 പറയുന്ന ആ ഒരു ഇൻഡിപെൻഡൻസ് ക്രൈറ്റീരിയ, നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ കുറേ പറഞ്ഞു, റിലേറ്റീവ് ആവാൻ പാടില്ല, പിന്നെ കമ്പനിയിലെ ഡയറക്ടറോ പ്രൊമോട്ടറോ അങ്ങനെയുള്ള ആളുകളാവാൻ പാടില്ല, എംപ്ലോയീസ് ആവാൻ പാടില്ല, റിലേറ്റീവ്സ് ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ഓഫ് ഇൻഡിപെൻഡൻസ് അത് അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഡിക്ലയർ ചെയ്യേണ്ടത്. അതെപ്പോൾ ചെയ്യണം? ഒന്ന്, ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ ബോർഡ്, പിന്നെ എവറി ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബോർഡ്, ദെൻ പിന്നീട് there is any change in the circumstances which may affect his status as a independent director. അപ്പോൾ ആ ഒരു കേസുകളിൽ അദ്ദേഹം ഡിക്ലറേഷൻ നൽകേണ്ടതാണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ കാലാവധി എന്ന് പറയുന്നത് 5 years ആണ്. 5 consecutive years ആണ് കേട്ടോ. തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 വർഷമാണ് അവരുടെ ടേം ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഷാൽ ബി എലിജിബിൾ ഫോർ റീഅപ്പോയിൻമെൻറ്റ് ഓൺ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബൈ ദ കമ്പനി ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട്. ഇനി അവർക്ക് റീഅപ്പോയിൻമെൻറ്റിന് എലിജിബിളാണ്. അപ്പോൾ കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, ബോർഡിൻ്റെ റിപ്പോർട്ടിൽ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഡിസ്ക്ലോഷർ ചെയ്യുകയും വേണം, അവർക്ക് ചെയ്യാം. ദെൻ പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് 2 കോൺസിക്യൂട്ടീവ് ടേംസ് മാത്രമേ എന്തായിരിക്കാൻ പറ്റുള്ളൂ, ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ആദ്യത്തെ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കും കൂടെ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ ആ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ബോർഡിനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അവരെ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കും കൂടെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും അപ്പോയിൻമെൻറ്റ് നൽകണമെങ്കിൽ അവരെ ഒരു 3 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും എന്തായി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീഅപ്പോയിൻമെൻറ്റ് ഉണ്ട്, 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ 5 കണ്ടിന്യൂസ് ഇയർ ആണ് അവരുടെ ഒരു ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ദെൻ അതിന് ശേഷം അവർക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കും കൂടെ അവരെ റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നീട് എങ്ങനെ വേണം? പിന്നീട് ദ ഡയറക്ടർ ഷാൽ ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 3 years ഓഫ് സീസിങ് ടു ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അങ്ങനെ തുടർച്ചയായിട്ട് 10 വർഷം ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു 3 വർഷത്തെ ഗ്യാപ്പ് വേണം. അതിനുശേഷം വീണ്ടും അവരെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 4 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ ഗൈഡ് ലൈൻസ് പറഞ്ഞു അല്ലേ, കോഡ് ഓഫ് അപ്പോയിൻമെൻറ്റും പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞത് ഡിക്ലറേഷനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സെലക്ഷൻ മാനറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള ഡയറക്ടേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് റിമൂവൽ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.